മീര ജാസ്മിൻ 2001 പുറത്തിറങ്ങിയ സൂത്രധാരൻ എന്ന ചിത്രത്തിൽ ദിലീപിന്റെ നായികയായാണ് മീര ജാസ്മിൻ തുടക്കം കുറിച്ചത്. പിന്നീട് അങ്ങോട്ട് തമിഴ്, മലയാളം, കന്നഡ, തെലുങ്ക് സിനിമകളിൽ നിറഞ്ഞു നിന്നു. മീര ജാസ്മിനെതിരെ ഉയർന്ന ആദ്യ വിവാദം 2006 അഹിന്ദുക്കൾക്ക് പ്രവേശനം നിരോധിച്ചിട്ടുള്ള കേരളത്തിലെ തളിപ്പറമ്പിലെ രാജരാജേശ്വര ക്ഷേത്രത്തിൽ അവർ പ്രാർത്ഥന നടത്തി. ഇത് വലിയ വിവാദമാകുകയും ഹിന്ദു ഭക്തരുടെ പ്രതിഷേധത്തിന് കാരണമാവുകയും ചെയ്തു. പിന്നീട് ശുദ്ധീകരണ ചടങ്ങുകൾ നടത്തുന്നതിന് 10,000 രൂപ ക്ഷേത്ര അധികാരികൾക്ക് പിഴയായി നൽകേണ്ടി വന്നു. രണ്ടാമത്തെ വിവാദം 2008 അമ്മയ്ക്ക് വേണ്ടി നടൻ ദിലീപ് വിതരണം ചെയ്ത 2020 എന്ന സിനിമയുടെ ചിത്രീകരണം വിസമ്മതിച്ചതിനെ തുടർന്ന് അസോസിയേഷൻ ഓഫ് മലയാളം മൂവി ആർട്ടിസ്റ്റ്, അതായത് അമ്മ, പുറത്താക്കിയ മലയാള ചലച്ചിത്ര വ്യവസായത്തിൽ അവർക്ക് അനൗദ്യോഗിക വിലക്ക് നേരിടേണ്ടി വന്നു. എന്നാൽ നിരോധനത്തെക്കുറിച്ച് തനിക്കൊന്നും അറിയില്ലെന്നും മലയാളം സിനിമകളുടെ ഷൂട്ടിംഗ് തുടരുകയാണെന്നും മീര പറഞ്ഞിരുന്നു.